ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം, മാവേലി മുമ്പത്ത് തുടങ്ങിയ ഓഡിയോ കാസറ്റുകളിൽ 2 കാസറ്റിലും ഇന്നസെന്റിന്റെ ശബ്ദം കൊടുക്കുന്നത് ജോഷി ചേട്ടനാണ്. എത്രയോ വർഷം. ഈ ജോഷിനെ കുറിച്ച് പറയുമ്പോൾ ഹനീഫ്ക എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഒരു ദിവസം ഹനീഫ്ക ഏതോ കാസറ്റ് റെക്കോർഡ് ചെയ്തിട്ട് വന്നു. അപ്പം ഞാൻ ഹനീഫിനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു കാസറ്റ് റെക്കോർഡിങ്? എടാ ഒന്നും പറയണ്ടാ, കൊച്ചിൻ ഹനീഫയുടെ സൗണ്ട് പഠിപ്പിക്കുകയായിരുന്നു എന്നെ. ആര്? ജോഷിയാണ്. അവസാനം ജോഷി ചെയ്യണമാതിരി ചെയ്യാൻ പറഞ്ഞു. ഒരു കഥാപ്രസംഗം. തീർച്ചയായിട്ടും കീരിക്കാടൻ ചത്ത എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗത്തില് ജോഷി പറഞ്ഞു കൊടുത്ത കേട്ടിട്ടാണ് ഹനീഫ്ക സൗണ്ട് ചെയ്യണത്. എങ്ങനെ? ആസാനെ. അതായത് കാസറ്റ് ചെയ്യുമ്പോ അത് മാത്രമല്ല, നമ്മളുടെ എനിക്ക് തോന്നുന്നു പുട്ടുകച്ചവടമാണെന്ന് തോന്നുന്നു. ഒരു കൊല്ലം നല്ല സിനിമ ഇറങ്ങുന്നവരാണല്ലോ, നല്ല കാശൊക്കെ ആയപ്പോൾ പുട്ടുകച്ചവടം ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടനെ വിളിക്കാൻ തീരുമാനിച്ചു. അന്ന് വലിയ വാർത്തയാണ്. ഇന്നസെന്റ് ആയിട്ട് അത്തവണ കാസറ്റിൽ മാവേലി ആയിട്ട് ഒറിജിനൽ സാക്ഷാൽ ഇന്നസെന്റ് ഏട്ടൻ വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ആ തവണയാണ് ആൾക്കാർ പറഞ്ഞത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാരണം അത്രയും നാളെ ജോഷി ചേട്ടന്റെ ശബ്ദം കേട്ടിരുന്നിട്ട് ഒറിജിനൽ ആളുടെ ഇത്തവണത്തെ ഇന്നസെന്റ് അത്ര പോരാ. ഏതാ ഒറിജിനൽ? സലിമാട്ടൻ ഒരു 4-5 സിനിമകൾ എടുത്തിട്ടുണ്ട്. ആ സിനിമകളിലൊക്കെ എനിക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ തന്നിട്ടുള്ള ഒരു നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം. അല്ല, ഒരിക്കൽ പരിചയപ്പെട്ട ജോഷി ചേട്ടനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കൊള്ളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉറപ്പായിട്ടും കൊണ്ട് കൊള്ളിക്കുന്ന ഒരാളുണ്ട് ജോഷി ചേട്ടൻ. പിന്നെ ജോഷി ചേട്ടൻ ഇന്നസെന്റ് ഏട്ടൻ്റെ ഹനീഫിക്കയുടെ ശബ്ദം നന്നായിട്ട് അനുകരിക്കില്ല. ആ സമയത്ത് ഞങ്ങൾ ഈ ട്രൂപ്പിന്റെ ഷോ കഴിഞ്ഞിട്ട് സ്പീക്കറൊക്കെ വലിച്ച് മേളിൽ കയറ്റും, അല്ലെങ്കിൽ ഇതുണ്ട്. ഈ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഈ 2 സമയത്ത് ജോഷി ചേട്ടൻ്റെ ശബ്ദത്തിൽ 2ഉം വരും. അതായത് നമ്മൾ സ്പീക്കറൊക്കെ ഇറക്കി സൗണ്ട് കെട്ടി ഷോ തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ജോഷി ചേട്ടൻ വന്നിട്ട് ഷാഡി നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഇരിങ്ങാലക്കുടക്കാരനാണല്ലോ, ഇന്നസെന്റ് ഏട്ടൻ പറയുന്ന പോലെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൂപ്പിന്റെ വണ്ടി കയറി ജോഷി ചേട്ടാ സ്പീക്കറിങ് എടുത്തു തന്നു. ഈ സ്പീക്കർ എടുത്തോ പറഞ്ഞിട്ട് ഹനീഫൊക്കെ ഇത് 2ഉം വരും. ഹനീഫിനെ ഇമിറ്റേറ്റ് ചെയ്യണത് ഇഷ്ടമല്ല, പക്ഷെ ജോഷി ഇമിറ്റേറ്റ് ചെയ്യണത് ഇഷ്ടമായിരുന്നു ഹനീഫിക്ക്. അത് മാത്രമല്ല സലീംക, എൻ്റെ കല്യാണത്തിന് വന്നിരുന്ന എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ വീട്ടിൽ വന്ന ആദ്യ സിനിമാക്കാരനാണ് സലീമേട്ടൻ. അതുപോലെ തന്നെ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൽ എത്തിച്ചേർന്ന ഒരു സിനിമാക്കാരനാണ് ഹനീഫ്ക. നല്ലൊരു ബന്ധമായിരുന്നു. അത് കാരണം ആ സ്നേഹം, കാരണം നമ്മൾ ആളെ അനുകരിക്കുന്നതിൽ ഇഷ്ടം കണ്ടെത്തിയ ഒരാളാണ്. അത് വലിയൊരു സന്തോഷം. ഇന്നസെന്റ് ഏട്ടനും ജോഷി ചേട്ടൻ അനുകരിക്കുന്നത് ഇഷ്ടമാണ്? തീർച്ചയായിട്ടും ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ പാടി, ഞാൻ അഭിനയിച്ചു. ഇന്നസെന്റ് ഏട്ടൻ നിനക്കിട്ടൊരു പണിയൊന്നാണ്. അതെ, എന്തായാലും നല്ല രസകരമായിട്ട് ഇന്നസെന്റ് ഏട്ടൻ അത് പാടിയിട്ടുണ്ട്. കൊഞ്ചു പിടിക്കണം പാപ്പ, കൊഞ്ചിക്കാനായൊരു പെണ്ണു വേണം, മൊഞ്ചത്തി പെണ്ണിന്റെ കയ്യില് നല്ലൊരു കള്ളും കൂടം വേണം. കൊഞ്ചു പിടിക്കണം പാപ്പ, കൊഞ്ചിക്കാനായൊരു പെണ്ണു വേണം, മൊഞ്ചത്തി പെണ്ണിന്റെ കയ്യില് നല്ലൊരു കള്ളും കൂടം വേണം. കള്ളും കൂടം വേണം. ആടണം പാടണം പാപ്പ, ആലോചിച്ചിടാതെ, മാനസ ദുഃഖങ്ങളുള്ളിൽ താഴ്ത്തു വേണം. കൊഞ്ചു പിടിക്കണം പാപ്പ, കൊഞ്ചിക്കാനായൊരു പെണ്ണ് വേണം, മൊഞ്ചത്തി പെണ്ണിന്റെ കയ്യില് നല്ലൊരു കള്ളും കൂടം വേണം. കള്ളും കൂടം വേണമെന്ന് എന്തേ? ചേട്ടാ, ഇന്നസെന്റ് ചേട്ടൻ അനുകരിക്കുന്നതിൽ തന്നെ ഈ കാസറ്റിലുള്ള ശബ്ദവും ഒറിജിനൽ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കേൾപ്പിച്ചുതരാം. ഇന്നസെന്റ് ഏട്ടൻ നമ്മളിപ്പോ കാസറ്റിലൊക്കെ ചെയ്യുമ്പോ ഇതെന്താ ഇവിടെ വെട്ടം വെളിച്ചൊന്നുമില്ല, ആരെവിടെ മുന്നിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവര് ഭയങ്കരന്മാരാ, ഇവന്മാരെ ഞാൻ കൊണ്ട് തോറ്റു. ഇതാണ് മാവേലി. പക്ഷേ ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടൻ എന്ന് പറയുമ്പോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇവിടെ ഇപ്പോൾ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഒരു ഷൂട്ട് നടക്കുക. അതിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന സലീം കുമാറും, പിന്നെ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന രമേശ് പിഷാരടി, പിന്നെ ഇത് കാണാനിരിക്കുന്ന നിങ്ങളെ പോലെയുള്ള കുറേ നല്ല ആൾക്കാരും, ഇതൊക്കെ തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം. പിന്നെ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഇതിൻ്റെ അപ്പുറത്തൊരാളിരിക്കുന്നത് തലേക്കല്ലൻ ഹരിപ്പിൻ നായർ എന്ന് പറഞ്ഞൊരു ഹനീഫിക്കയുടെ സാധാരണ വർത്താനം. അല്ല, കാസറ്റും സാധാരണ. ഇത് കാസറ്റിലെ ഹനീഫിക്ക. ആശാന ചതച്ച് നമ്മുടെ പിള്ളേർ നമ്മളെ ചതച്ച് 4ാം ക്ലാസ്സിൽ പിള്ളേരെ നമ്മളെ ചവിട്ടി കുത്തി പെത്തിച്ച് കളഞ്ഞു. സലീമ് കുത്തി പലത്തട പത്തിയത് എന്റെ പൊന്ന് കീരിക്കാടൻ ജോസ് ചത്ത്.
എന്താ അല്ലേ? അടിപൊളി കേട്ടോ, അടിപൊളി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രൂപ്പിന്റെ ഒക്കെ ഫസ്റ്റ് പ്രോഗ്രാം കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഹനീഫിക്ക. ഹനീഫിനെ കൊണ്ടുവരിക. ഹനീഫിക്ക ചെറിയ തമാശ കണ്ട ചിരിക്കുന്ന ആളാ. ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഷോ ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തും. ഷോ തുടങ്ങുന്നതിന് മുമ്പ്, ഉത്സവപ്പറമ്പിലേക്ക് വിടുന്നതിന് മുമ്പ് കണ്ട അഭിപ്രായം പറയാൻ സലീമേട്ടൻ കൊണ്ടുവന്നത് ഹനീഫിക്കേനെ. ഭയങ്കര ചിരി ഹനീഫിക്ക. ഇതും കണ്ട് ഞങ്ങൾ അമ്പലപ്പറമ്പിൽ പോയിട്ട് ഷോ പൊളിഞ്ഞു പോയെന്നേ. ഫസ്റ്റ് ഷോ പൊളിഞ്ഞ് സലീമേട്ടൻ വിളിച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റി, ഈ ഹനീഫിക്ക നിന്റെ ഒക്കെ എന്തൂള കോമഡി കണ്ടാലും ചിരിക്കും, അതൊന്നും കണ്ട് നാട്ടുകാർ ചിരിക്കൂല എന്ന് പറഞ്ഞ് നമ്മളെ ഇനി വിളിക്കൂല എന്ന് പറഞ്ഞ ആളെ വിളിക്കൂല എന്ന് തീരുമാനിച്ച പുള്ളിനെ. ഏതായാലും അതായത് വളരെ സൗമ്യനാണ്, നമ്മൾ കാണുന്ന പോലെ അറ്റപ്പൊന്നെ അങ്ങനൊന്നുമല്ല. ഇന്നലെ ഒരു പരിപാടിൻ്റെ ആയിരുന്നു ജോഷി. ഇന്നലെ ഞാൻ അവിടേക്ക് പോയിരുന്നപ്പോൾ CI മഹാദേവൻ 5:4 നല്ല പടമാണ്. വളരെ കൂളായിട്ടുള്ള ഒരു സംസാര രീതിയാണ് പുള്ളിയുടെ. സിനിമയിൽ വരുമ്പോഴാണ്, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരാണ് എങ്ങനെ എവിടെ ഈ വക സാധനങ്ങളും ഒരുപാട് എടുക്കുന്ന സംഭവം.